ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പലരും പറയുന്നൊരു പ്രശ്നമാണ് ചാനൽ ഗ്രോത്ത് വരുന്നില്ല, അല്ലെങ്കിൽ നിലവിലുള്ള ചാനലിൻ്റെ ഗ്രോത്ത് ഇത് നഷ്ടമായി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചാനൽ ഗ്രോത്ത് വരാത്തത്, അല്ലെങ്കിൽ നിലവിലുള്ള ചാനലിൻ്റെ ഗ്രോത്ത് നഷ്ടമാകുന്നത്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനാൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നലെ കമൻ്റ് അയച്ചതിൽ നിന്നും ആരാണ് വിജയി എന്ന് നോക്കാം. ഇപ്പോൾ കാണുന്നതാണ് വിജയി. ഇവരുടെ ചാനൽ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതുപോലെ കമ്മ്യൂണിറ്റി ടാബിലെല്ലാം കൊടുക്കാം. നിങ്ങൾ ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങളുടെ ചാനലിനും ഒരു ഫ്രീ പ്രൊമോഷൻ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. ചാനലിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കാണ് നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്ത് നഷ്ടമാക്കുന്നത്. ഒന്നാമത്തെ വലിയ മിസ്റ്റേക്ക്, ചെറിയ ചാനലുകൾ അവർ ഷോർട്സ് വീഡിയോസ് അതുപോലെ ലോങ് വീഡിയോസ് ഇവ രണ്ടും മിക്സ് ചെയ്ത് ഒരു ചാനലിൽ ചെയ്യുന്നതാണ്. ഒരുപാട് ചാനലുകൾക്ക് ഇങ്ങനെ ചെയ്യുക വഴി അവരുടെ ചാനലിൻ്റെ ഗ്രോത്ത് നഷ്ടമായിട്ടുണ്ട്. അതിനാൽ തന്നെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ ഷോർട്സ് വീഡിയോസ് അതുപോലെ ലോങ് വീഡിയോസ് ഇവ രണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഷോർട്സ് വീഡിയോസിനായി ഒരു ചാനൽ അതുപോലെ ലോങ് വീഡിയോസിനായി മറ്റൊരു ചാനൽ ഈ രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക. കാരണം ഇവ രണ്ടും കൂടി നിങ്ങളുടെ ചാനലിൽ ഇടുന്നത്, അതായത് ഷോർട്സ് വീഡിയോസും ലോങ് വീഡിയോസും കൂടി നിങ്ങളുടെ ചാനലിൽ ഇടുന്നത് ആ ചാനൽ ഡെഡാകാൻ കാരണമാകും. അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് അതുപോലെ വ്യൂസ് എല്ലാം ഉള്ള ചാനലാണെങ്കിൽ അവർ ഇതുപോലെ വീഡിയോസ് ഇടാറുണ്ട്. എന്നാൽ അവരെ ഇത് അത്രത്തോളം ബാധിക്കണമെന്നില്ല. പുതിയ ഒരു ചാനലാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഷോർട്സ് വീഡിയോസ് അതുപോലെ ലോങ് വീഡിയോസ് ഇവ രണ്ടും മിക്സ് ചെയ്ത് ചെയ്യാതിരിക്കുക. ഇങ്ങനെ അറിയാതെ ചെയ്ത പലർക്കും അവരുടെ ചാനൽ ഗ്രോത്ത് നഷ്ടമായതിൻ്റെ കാരണം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ ചാനൽ ഗ്രോത്ത് നഷ്ടപ്പെടുത്തുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് ടോപ്പിക് ചേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾ ഏത് ടോപ്പിക്കാണോ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് അതിനനുസൃതമായ വീഡിയോസാണ് നിങ്ങളുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ടോപ്പിക് എല്ലാം ചേഞ്ച് ചെയ്തത് കാരണം 1,00,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിന് വന്ന നഷ്ടത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിനാൽ തന്നെ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ടോപ്പിക് ചേഞ്ച് എല്ലാം ചെയ്യുന്നുവെങ്കിൽ അത് നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്ത് തടസ്സപ്പെടുത്തും. അതിനാൽ തന്നെ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. അടുത്തതായി ചാനൽ ഗ്രോത്ത് നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുബന്ധമല്ലാത്ത ടാഗ്സ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എല്ലാം കൊടുക്കുന്നത്. ഒരു ചാനലിൻ്റെ ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് ആ ചാനലിൽ നമ്മൾ എന്ത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് ആ വീഡിയോയ്ക്ക് അനുസൃതമായ തംബ്നെയിൽ, ഡിസ്ക്രിപ്ഷൻ അതുപോലെ ടൈറ്റിൽ, ടാഗ്സ് ഇവ മാത്രമേ കൊടുക്കാവൂ. നിങ്ങളുടെ ടാഗ്സ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എല്ലാം നിങ്ങളുടെ വീഡിയോയുമായി റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ഇത് നിങ്ങളുടെ ചാനലിൻ്റെ ഗ്രോത്ത് നഷ്ടപ്പെടുത്തും. അതിനാൽ ഇക്കാര്യമെല്ലാം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ചാനലിലേക്ക് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം വരുമ്പോഴാണ് നമ്മുടെ ചാനൽ ഗ്രോ ആകുന്നത്. നമ്മുടെ വീഡിയോ കണ്ട് വീഡിയോ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ചാനലിലേക്ക് വരില്ല. അതിനാൽ നമ്മുടെ ചാനലിൻ്റെ വ്യൂസ് എല്ലാം കുറഞ്ഞു തുടങ്ങും. അതിനാൽ നമ്മുടെ ചാനലിൻ്റെ റാങ്കിങ് എല്ലാം പുറകോട്ട് പോകും. എന്നാൽ നിങ്ങൾ ഇംപ്രൂവ് ചെയ്ത് അതുപോലെ ഫ്രീക്വൻ്റ് ആയി വീഡിയോസ് എല്ലാം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചാനലിലേക്ക് പുതിയ വ്യൂവേഴ്സ് എത്തുകയും അതുവഴി നിങ്ങൾക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം നേടിയെടുക്കാൻ സാധിക്കും. ഈ മിസ്റ്റേക്ക് എല്ലാം നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മിസ്റ്റേക്ക് എല്ലാം ഒഴിവാക്കി കുറച്ചു മാസങ്ങൾ കൂടി നിങ്ങൾ നല്ല വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്ത് തുടങ്ങുക. ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇതുകൊണ്ടും നിങ്ങളുടെ ചാനലിന് വലിയ ഗ്രോത്ത് ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ ഏറ്റവും നല്ല ഒരു ഓപ്ഷൻ പുതിയ ഒരു ചാനൽ തുടങ്ങി ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് ഒന്നും ആവർത്തിക്കാതിരിക്കുക എന്നതാണ്. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ നല്ല വീഡിയോസുമായി കാണാം. താങ്ക്